അറ്റത്തേക്ക് നമുക്കൊരു ട്രിപ്പ് പോയാലോ? അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ്. നമ്മൾ കൊച്ചിയിൽ നിന്ന് ധനുഷ്കോടിക്ക് പോവാണ്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ് 6 AM ആണ്. നമ്മൾ അവിടെ നിന്ന് ഒരു 150 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കറൻ്റ്ലി മൂന്നാറാണ്. ഇവിടെ നിന്ന് നമ്മൾ മധുര, രാമേശ്വരം ആൻഡ് ഫൈനൽ ടു ധനുഷ്കോടി, ഇങ്ങനെയാണ് നമ്മളുടെ പ്ലാനിങ് പോണത്. അപ്പം ഞാൻ കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ചെയ്യണത്. ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് എത്ര എമൗണ്ട് ആയി, നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ്, എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, എവിടെയാണ് സ്റ്റേ, ഇതൊക്കെയെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെന്നാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അതിന് വേറെ വീഡിയോ ചെയ്യാം. എന്നാലും മാക്സിമം ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളുടെ ട്രാവലിൻ്റെ എല്ലാ കാര്യങ്ങളും മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബൈക്കിൽ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഈ ട്രിപ്പിൽ ഞാനും പിന്നെ സവിനുമാണ് ഉള്ളത്. അപ്പോൾ സവിനാണ് എൻ്റെ ക്യാമറമാൻ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണെന്ന് തോന്നുന്നത്. പറയേണ്ട എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് മറന്നു പോണ്. ഇപ്പോൾ വന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചായിരുന്നു. അറൗണ്ട് ഒരു 1100 നമ്മൾ പെട്രോൾ അടിച്ചു. പിന്നെ ഒരു 128 റുപ്പീസിന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മൂവാറ്റുപുഴയിൽ നിന്ന് കഴിച്ചായിരുന്നു. ഹായ് ഗായ്സ്, നമ്മുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായ ഇഡ്ഡലി ഷോപ്പിൽ വന്നിട്ട് ഇഡ്ഡലി വടയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അല്ലേ. പല ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ടേബിളിൽ വെച്ചേക്കും. എനിക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ ഇട്ട് കഴിക്കാം. അവിടെ എടുപ്പ് സൈഡ് എൻ്റെ സാമ്പാറും ചമ്മന്തി. തേങ്ങ ചട്നി. സാമ്പാർ. കഴിക്കാം. അടിപൊളി. രാവിലെ തന്നെ ഉടുക്കുന്നത് ഇറക്കാൻ. അപ്പോൾ ഇത്രയും വരെയുള്ള എക്സ്പെൻസ് അതായിരുന്നു. ബാക്കി ഇനി നമുക്ക് പോണ വഴി ഞങ്ങൾക്ക് എത്ര എക്സ്പെൻസായി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു, എന്തൊക്കെ കണ്ടു എന്നുള്ള എല്ലാ വിശേഷങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. കാരണം മേ ബി ഇത് ഒരു 2 അല്ലെങ്കിൽ 3 ഡേയ്സ് ഉള്ള ട്രിപ്പായിരിക്കും. അപ്പോൾ ഓരോ ദിവസത്തത് ഓരോ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. ഇന്നത്തത് പാർട്ട് 1. നമ്മൾ നാളെ ഇനി ധനുഷ്കോടി എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം പാർട്ട് 2 ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വേണം കണ്ടിന്യൂസ് ചെയ്ത് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെ സെറ്റപ്പാണ് ബൈക്കിൽ ചെയ്തതെന്ന്. വേറെ ഒന്നുമില്ല, നമ്മൾ മാക്സിമം ലഗേജ് കുറച്ച് 2 പേരുടെയും കൂടെ ഇത്രയും ലഗേജാണ് നമ്മൾ സെറ്റാക്കിയത്. കാരണം കുറേ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ, നമ്മൾ രണ്ടും കൂടെ ഒരു വണ്ടിക്കാണ് പോകണത്. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം മാക്സിമം മിനിമലായിട്ട് ഡ്രസ്സ് എടുത്തത്. എന്നിട്ട് നമ്മൾ റെയിൻ കോട്ട് ഇട്ട് റാപ്പ് ചെയ്ത് വെച്ച്, എങ്ങാനും മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഒരു ഓട്ടോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് റെയിൻ കോട്ട് ഇട്ടിട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചേക്കണാണ്. പിന്നെ മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് മാപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പോകാം. പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ബൈക്കിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് കേബിൾ മാത്രം എടുത്താൽ മതിയായിരുന്നു. നമുക്ക് ഒരിടത്ത് നിർത്തി ചാർജ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് അടിച്ചു പൊളിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രാവിലെ ഏകദേശം 7 മണിയായപ്പോൾ ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ നല്ല വിശപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 12 മണിയായി. നമ്മൾ ഭയങ്കര സ്ലോയിൽ നിർത്തി ഫ്രഷപ്പായി അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒറ്റ സ്ട്രെച്ചിലൊന്നും അല്ല പോണത്. കാരണം ഇത്രയും ലോങ് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചതാണ്. ഇപ്പോൾ തന്നിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ ഗ്യാപ്പ് റോഡിലോട്ടുള്ള വഴിയിൽ നമുക്കിവിടെ സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തൽക്കാലം നൂഡിൽസ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പടക്കാം. കമോൺ. ഈ കട വേണോ ആ കട വേണോ? ആ കടയിൽ അമ്മമ്മ വെറുതെ ഫ്രീ ആയിട്ട് ഇരിക്കണം. ബാക്കി കടയിലെല്ലാം തിരക്കാം. നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം. ഇച്ചിരി മാഗി തരുമോ ചേച്ചി?
നല്ല ചിരി. മാഗി 2 ചേച്ചി സവാള ഒന്നും ഇടണ്ട, വെറുതെ ആ പാക്കറ്റ് പൊട്ടിച്ചൊന്ന് കുക്ക് ചെയ്ത് തന്നാൽ മതി. ആ മതി മതി, വേണ്ട ഒന്നും വേണ്ട. 2 കേട്ടോ. എന്താ വേണ്ട സാർ? മുറുക്ക് എടുത്തോ. എന്താ ചേച്ചിയുടെ പേര്? പേരെന്താ? ലില്ലി. അതെ, അവിടെ പോയി നിർത്തി. ഞങ്ങള് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നിർത്തിയിട്ടായിരുന്നു തിരിച്ചിങ്ങോട്ട് വന്നത്. ഞങ്ങൾ നോക്കിയപ്പോ ഇവിടെ നന്നായിട്ട് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണ്ടായിരുന്നല്ലോ, അപ്പൊ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന്. മുറുക്ക് നമുക്കിനി നൂഡിൽസ് ഒക്കെ സെറ്റ് ആയിട്ട് കാണാം. തേൻമിഠായും കൂടെ വാങ്ങി. നല്ല ഗുണ്ട് പണിയാണ്. കൊളോ? ഓ നല്ല ജ്യൂസിയാണ്. ഇങ്ങനെ ഗൈസ് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എന്തോ? അതെ, സന്തോഷം. ഞങ്ങള് പ്ലെയിൻ ആയിട്ടുള്ള നൂഡിൽസാണ് വാങ്ങിച്ചത്. കാരണം എനിക്ക് ഈ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇഷ്ടപ്പെടില്ല. അപ്പം ഇങ്ങനത്തെ നൂഡിൽസാണ് വാങ്ങിച്ചത്. നല്ല എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നൂഡിൽസ് തിന്നാൻ എന്തൊരു എക്സ്പ്രഷന്. വിശന്ന് കത്തിപ്പോയി ഗൈസ്. അതെ, നമുക്ക് തിന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ. ആ ഒരു വെള്ളം 140. ഓക്കെ, നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് 140. ബാക്കി ഈ മിഠായി. ആ താങ്ക് യു അക്ക. നെക്സ്റ്റ് ടൈം വരുമ്പോ കാണാം. ആ വരാം. ലില്ലി അക്ക അല്ലേ? ഓക്കെ, ടാറ്റാ ബൈ. ആ ചേച്ചി ഭയങ്കര ഹാപ്പി ആയി. ഞങ്ങൾ ഇവിടെ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ തന്നെ ആൻറ്റി ഞങ്ങൾ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാ നമ്മൾ പിന്നെയും തിരിച്ചിവിടെ എത്തി. ആള് ഹാപ്പി, നമ്മളും ഹാപ്പി. നല്ലതായിരുന്നു കേട്ടോ, നല്ല സർവീസ്. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന്. ഒന്നാമത് ഇപ്പം ഈ പൂജ, ഇപ്പം ഗാന്ധി ജയന്തി ഒക്കെ ആയതുകൊണ്ടിട്ട് എല്ലാവരും നല്ല ഫാമിലി. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു മൂന്നാർ കയറുന്ന സമയത്ത്. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് പൂപ്പാറ പോകണം. അപ്പം മൂന്നാറിന്ന് പൂപ്പാറ, അവിടെ നിന്ന് നമുക്ക് പിന്നെ തേനി, അങ്ങനെയാണ് നമ്മൾ പോണത്. അപ്പം പൂപ്പാറ എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ പൂപ്പാറ എത്തി ഗായ്സ്. ഇവിടെ അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമുണ്ട് ഇന്ന്. ഗ്യാപ്പ് റോഡിൽ നല്ല ഒരു തണുപ്പ് കിട്ടിയായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയില്. ഇവിടെ സൂര്യനെ കാണാനില്ല ഗൈസ്, കാണാൻ പറ്റണ്ട. എനിക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് എന്റെ കണ്ണിൽ വെട്ടടിച്ചിട്ടൊന്നും കാണാൻ പറ്റുള്ള. നല്ല പൊരിഞ്ഞ വെയിലാണ് അല്ലേ? അങ്ങനെ നമ്മുടെ യാത്രകൾ തുടരുകയാണ്. ഇനി അടുത്തത് നമുക്ക് തേനിയിലോട്ടാണ് പോണത്. അവിടെ ചെല്ലുമ്പോ ഇതിനേലും നല്ല വെയിലായിരിക്കും. നമുക്ക് പോയി നോക്കാം. നമ്മള് ഇപ്പൊ തേനിയിലോട്ടുള്ള ഹെയർ പിൻസ് ആണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. 17 ഹെയർ പിന്നാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അതിലിപ്പോ നമ്മള് 12ാമത്തെ ഹെയർ പിന്നായിട്ട്. ആ സൈഡിലോട്ടുള്ള വ്യൂസ് ഒക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് രസമാണെന്നാ. അവിടെ ഇങ്ങനെ കൊറേ ചെറിയ വീടുകളൊക്കെ പോലെ നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് കാണുന്ന ഭംഗി ഒരിക്കലും വീഡിയോയിൽ കിട്ടൂല, കാരണം നേരിട്ട് കാണാൻ അത് അത്ര അടിപൊളിയായിട്ടുണ്ട്.
നമ്മള് ടോപ്പിൽ നിന്ന് കണ്ട വ്യൂ ആണ്. അങ്ങോട്ട് അറ്റത്തേക്കൊക്കെ ഫുള്ള് മറ്റേ വിൻഡ് മില്ലാണ്. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളാണെന്ന് തോന്നുന്നു ഇത് കാണുന്നത്. പിന്നെ അങ്ങോട്ട് അറ്റത്തേക്ക് വിൻഡ് മിൽസ് ആണ്. നല്ല രസമുണ്ട് ഈ വ്യൂ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിട്ട്. ഹെയർ പിൻ നോക്കിക്കഴിഞ്ഞാൽ താഴേക്കുള്ളത് ഓൾമോസ്റ്റ് കഴിയാറായെന്ന് തോന്നുന്നു ഇപ്പൊ ഹെയർ പിൻസ്. അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്താലോ ക്ലിൻറ്റു? ഓക്കെ, നമ്മൾ ഹെയർ പിൻ ഇറങ്ങിയിട്ട് ഒരു കരിക്ക് വെക്കുന്ന സ്ഥലം കണ്ടപ്പോഴേക്കും കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ മാവൻ തോപ്പ്, പിന്നെ തെങ്ങ്, അങ്ങനെയൊക്കെ. ഇനി ഫുള്ള് സ്ട്രെയിറ്റ് റോഡായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഈ തേനിയും മധുരയും കവർ ചെയ്ത് വേണം രാമേശ്വരത്ത് എത്താൻ വേണ്ടിയിട്ട്. ഹേ ബഡി, കുടിച്ചു നോക്കിയാ കൊള്ളാവോ? ചെന്തങ്ങാണല്ലോ, ചെന്തങ്ങിന്റെ കുലയാണെങ്കിൽ ആട്. അങ്ങനെ നമ്മൾ തേനി എത്താൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം ഒരു 2 കിലോമീറ്ററും കൂടെ ബാക്കിയുള്ളു. അപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റിൽ കയറിയതാണ്. എന്തൊക്കെയുള്ളതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. സവിനറിയോ? ഞാൻ വിചാരിച്ചത് വെജ് റെസ്റ്റോറന്റ് ആണെന്ന്. പക്ഷെ സവിൻ ഇപ്പൊ പറയണത് നോൺ വെജ് റെസ്റ്റോറന്റ്, ഐ മീൻ നോൺ വെജ് ഐറ്റംസും കൂടെ കിട്ടും എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയുള്ളതെന്ന് അറിയാൻ പാടില്ല. നോക്കട്ടെ, നോക്കിയിട്ട് എന്താ ഓർഡർ ചെയ്തതെന്ന് കാണിക്കാം. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഹോട്ടൽസ് ഒക്കെ കണ്ടായിരുന്നു, പക്ഷെ ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഇതായപ്പോ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട്, എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ എന്തോ ഒരു വിശ്വാസം ഫുഡ് നല്ലതായിരിക്കും. നോക്കാം. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോ നമ്മള് കുറച്ചും കൂടെ ഫുഡൊക്കെ നോക്കിയാണ് കഴിക്കാനായിട്ട്. ഇല്ലെന്നാണെങ്കിൽ ട്രിപ്പ് മൊത്തം കോളാകും വയറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. അല്ല, മാക്സിമം ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കാം. പിന്നെ വല്ല ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ എങ്ങനെയാന്നൊക്കെ നോക്കാമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക സവിൻ? കഴിച്ചോക്കാം, നോക്കട്ടെ എന്താ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് അറിയാൻ പാടില്ല, ചോദിക്കാം. ഇപ്പൊ ഒരു പനീർ റൈസും ഒരു ചിക്കൻ റൈസും ആണ് ഓർഡർ ചെയ്തത്. നമുക്കിപ്പോ ശാസ്ത്രീയമായ രീതിയിൽ കഴിക്കാം. അതായത് ഇങ്ങനെ വാഴയിലേക്ക് തുടച്ച് വൃത്തിയാക്കി, അയ്യോ എന്താ ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ. ഫസ്റ്റ് പനീർ റൈസ് എടുക്കാം. ഞാനാണ് പനീർ റൈസ് ഓർഡർ ചെയ്തത്. കറി വേണോ? സോസ് ഉണ്ട്, വേണോ? വേണമെങ്കിൽ പറ. ഞാനാണ് പനീർ റൈസ് ഓർഡർ ചെയ്തത് കേട്ടാ. ഇന്ന് നോക്കാം. സൺ നോക്കട്ടെ. കുഴപ്പമില്ല, പക്ഷെ കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. ടേസ്റ്റ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല. തമിഴ് ടച്ച് ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യണ്ട അല്ലേ? കൊള്ളാം. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. കറി എന്തെങ്കിലും പറയണോ ഫൈൻ? എന്നാ കറിയും കൂടെ എന്തെങ്കിലും വന്നിട്ട് കറി എന്താ വാങ്ങിയെന്നും കൂടെ കാണിക്കാതെ. നമ്മൾ ഓർഡർ ചെയ്തത് പെപ്പർ ചിക്കൻ ആണേ. ഞാൻ ആദ്യം റൈസ് കഴിച്ചപ്പോ എനിക്ക് വലിയ ഗുമ്മൊന്നുമില്ല, പക്ഷെ കഴിക്കുന്തോറും അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ പനീർ റൈസ് ആണ്. ഞാനിപ്പം ഇച്ചിരി കഴിച്ചു നോക്കിയായിരുന്നു ചിക്കൻ വന്നതിന് മുമ്പ്. ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചാ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാനാണ് വിചാരിച്ചു. പക്ഷെ അടിപൊളി സാധനം, നല്ല ചൂടാണ് ചിക്കൻ. ഇത് കൊള്ളാം. നമ്മുടെ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ ഒരു വേറെ വേർഷൻ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഒരു ബട്ടറിന്റെ ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. കൊള്ളാം ഗൈസ്. അപ്പൊ ഈ ലഞ്ച് സക്സസ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു കുറെ ഷോപ്സുള്ള ഭാഗത്ത് നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഉള്ളിലുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. പറയൂ സവിൻ, നമുക്ക് എത്രയാണ് ബില്ലായത്? രാവിലോട്ട് ഇത്ര നേരം വരെ ആയത് 500 രൂപയുള്ളു കുറെ സംഭവം കഴിച്ചത്. പക്ഷെ ഇത് ഉച്ചക്ക് ഇത് മാത്രം ലഞ്ച് മാത്രം നമുക്കൊരു 490 വന്നു. അതെ, നമുക്ക് മാത്രം 490 ആയി. പിന്നെ എന്താന്ന് വെച്ചാൽ മെനു കാർഡ് കാണിച്ചാലും നമ്മള് പ്രൈസും ചോദിച്ചില്ല, അത് വേറെ കാര്യം. ഇപ്പൊ നമ്മള് 2 ഫ്രൈഡ് റൈസ് പോലത്തെ സംഭവം വാങ്ങി, പ്ലസ് ഒരു കറിയും വാങ്ങിച്ചു, പിന്നെ ഒരു മിനറൽ വാട്ടറും വാങ്ങിച്ചു. ഇവിടത്തെ കുഴപ്പമില്ല, പക്ഷെ
കുറച്ച് കട്ടീവാണ്. അതെ, ഒരു 500 പക്ഷെ ഫുഡ് നല്ലതായിരുന്നു. അതെ, നമ്മുടെ ബഡ്ജറ്റ് പെട്ടെന്ന് അങ്ങോട്ട് മാറി. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ലഞ്ചിന്റെ വിശേഷം. അപ്പൊ നമുക്കിനി ഒറ്റ സ്ട്രെച്ച് മാക്സിമം കവർ ചെയ്യാം അല്ലെ. മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ ഇനി കവർ ചെയ്യണം. ഇനി ഓൾമോസ്റ്റ് ഒരു 245 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് മാക്സിമം വേഗം രാമേശ്വരം എത്താം. ഓക്കെ, നമ്മൾ ഇന്ന് രാമേശ്വരത്താണ് സ്റ്റേ. അത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഓക്കെ ഗൈസ്, രാമേശ്വരം എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ മധുരയ്ക്ക് പോകാതെ ടാറ്റാ. മധുര വരെ എത്തിയപ്പോഴേക്കും നമ്മുടെ ബാഗൊക്കെ തേഞ്ഞു ഗൈസ്. ഇപ്പൊ നമ്മള് ടോട്ടലി ഓൾമോസ്റ്റ് ഒരു കാണാൻ പറ്റുള്ള ഓൾമോസ്റ്റ് ഒരു 300 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ പാതിച്ചന്തി പോച്ചു മാമ. ഇത്രയും നേരം നല്ല റോഡായിരുന്നു. മധുര എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് നല്ല അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ കിട്ടിയായിരുന്നു. ഇപ്പൊ ഒരു ബ്ലോക്ക് കുറവുണ്ട് ആക്ച്വലി. പക്ഷെ എന്നാൽ ഇത്ര നേരം നമുക്ക് കിട്ടിയ സ്ട്രെയിറ്റ് റോഡ് വെച്ച് നോക്കുമ്പോ ഇവിടെ കുറച്ച് തിരക്കുള്ള സ്ഥലമാണ് ഈ മധുര എന്ന് പറയുമ്പോ. ഇനി ഇവിടെ നിന്ന് നമുക്ക് രാമേശ്വരത്തോട്ടാണ് പോകേണ്ടത്. രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലം ഐ തിങ്ക് അതാണെന്ന് തോന്നുന്നത്. അവിടെ കൂടെ നമ്മള് രാമേശ്വരത്തോട്ട് പോകും. ഇനി അറൌണ്ട് ഒരു 100 കിലോമീറ്റേഴ്സ് പ്ലസ് നമുക്കുണ്ട് പോവാനായിട്ട്. നമ്മള് പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. ഫുൾ ടാങ്ക് അടിച്ചിട്ടായിരുന്നു നമ്മള് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഒരു 2 കട്ടയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫുൾ ടാങ്ക് ഇവിടെ നിന്ന് അടിക്കാം. കേരളത്തിൽ വെച്ച് നോക്കിയാൽ 10 രൂപ പെട്രോളിന് ഇവിടെ കുറവാണ്. നമുക്ക് നോക്കാം എത്ര രൂപയാകും എന്നുള്ളത്. രാമേശ്വരം പോണ റൂട്ടല്ലേ? നമ്മള് 700 റുപ്പീസിനും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടാങ്ക് ഫുള്ളായി. ഇനി നമുക്ക് നേരെ രാമേശ്വരത്തോട്ട് പോകാം. നമുക്കിനിയും ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ രാമേശ്വരത്ത് എത്താൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ടോൾ പ്ലാസയുടെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു വലിയ ടോൾ പ്ലാസ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്താലോ ക്ലിൻഡു? അവിടെ നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ നല്ല സ്ട്രെയിറ്റ് റോഡാണ്, തിരക്കൊന്നും ഇല്ല. ജസ്റ്റ് സിംഗിൾ സ്ട്രെച്ചിന് നമുക്ക് മാക്സിമം കിലോമീറ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്.
തമിഴ്നാട്ടിലെ മിനിസ്റ്റർ സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല പല സ്ഥലത്തായിട്ട് ഇതുപോലെ പാട്ട്, ഡാൻസ്, അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് കൊറേ പേര് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ഇതുപോലെ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ലൈറ്റ് കണ്ടപ്പോ തന്നെ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ന് എന്തൊക്കെയോ വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. ഫുള്ള് ഇതുപോലെ ഹൈവേ ഫുള്ള് ഇതുപോലെ കൊടിയും ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു. ഫുള്ള് കൊടി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കൊടിയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ പരിപാടി എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇപ്പൊ വേറൊരു സ്ഥലത്തെത്തിയപ്പോഴും ഇതുപോലെ നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെല്ലാരും ഇവരുടെ മിനിസ്റ്ററിനെ കാത്തു നിൽക്കണേന്ന് തോന്നണം. ഇവിടെയാണ് പരിപാടി അവസാനിക്കണേന്നാണ് തോന്നണത്. കാരണം ഇവിടെ കുറച്ചും കൂടെ അധികം ആൾക്കാരുണ്ട്. പിന്നെ വലിയ വലിയ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇട്ട് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എനിക്കൊന്നും അവരുടെ മിനിസ്റ്ററിന്റെ ഒരു സ്റ്റാച്യു പോലെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇതായിരിക്കണം ഫിനിഷിംഗ് പോയിന്റ്. അങ്ങനെ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. ഇനി ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സ് ആയിരിക്കും രാമേശ്വരം വരെ ഉണ്ടാവുന്നത്. നമ്മള് രാമേശ്വരത്താണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. നമ്മൾ ഓൺ ദ വേ ഒരു കട കണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മള് രാത്രിത്തേക്കുള്ള ഫുഡ് പാർസൽ വാങ്ങിക്കാൻ വേണ്ടി പോണാണ്. ഞങ്ങള് പൊറോട്ടയും ചിക്കൻ റോസ്റ്റും ആണ് പറഞ്ഞത്. അപ്പൊ അച്ഛനെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനാണ്. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊറോട്ടയും ചിക്കൻ റോസ്റ്റും നമുക്ക് പാർസൽ വാങ്ങിച്ചിട്ട് പോകാം. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും ഉറപ്പില്ല. അപ്പൊ ഇപ്പൊ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വാങ്ങിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് കഴിക്കാം. രാത്രിക്കുള്ള ഡിന്നർ സെറ്റ് ആയി ഗൈസ്. ഇരുട്ടായിരിക്കും അല്ലേ? ഡിന്നർ നമുക്ക് 152 രൂപയാണ് ആയത്. 6 പൊറോട്ട, ഒരു ചിക്കൻ റോസ്റ്റ്. പോകാം. പിന്നെ ഇവിടെ ഈ നവരാത്രിയുടെ എന്തൊക്കെയോ പരിപാടി നടക്കണമെന്ന് തോന്നുന്നു. അമ്പലത്തിൽ ഉത്സവം. നല്ല തിരക്കാണ് ഗൈസ്. വി ആർ ട്രാപ്ഡ്. ഹൈവേന്ന് ഞങ്ങളെ പോലീസ് വേറെ വഴി കയറാൻ വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ഉള്ളിൽ കിടന്ന് വട്ടം തിരിയുകയാണ് ഗൈസ്. വീണ്ടും നമ്മുടെ ഹൈവേയിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം എവിടെങ്കിലും സ്റ്റേ കണ്ടുപിടിക്കണം. രാമേശ്വരത്ത് എത്തിയിട്ട് ഗായ്സ് നമ്മളിപ്പോ പാമ്പൻ പാലത്തിന്റെ മേളിലാണ് ഉള്ളത്. സൈൻ ടയേർഡായി. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എത്ര കിലോമീറ്റർ ഓടിച്ചു? 400. ഇപ്പൊ കാണിച്ചു തരാവേ. നമ്മള് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പൊ നമുക്ക് 457 കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പം പാമ്പൻ പാലത്തിന്റെ വെള്ളം നിൽക്കുന്നത്. ആക്ച്വലി ഇപ്പൊ ഈ നൈറ്റ് ടൈം ആയതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോ ശരിക്കും പേടിയാകും. ഭയങ്കര അല്ലേ? വെള്ളം ഭയങ്കര ഫാസ്റ്റിൽ ഇങ്ങനെ ഒഴുകണ്. ഭയങ്കര ഹൈറ്റുള്ള ബ്രിഡ്ജ്. അവിടെ താഴെ പണികളൊക്കെ നടക്കുന്നുണ്ട്. കൊറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇത് കാണാൻ വേണ്ടിട്ട്. ഭയങ്കര കാറ്റാണ് ഇവിടെ. നല്ല കാറ്റുണ്ട്. നമുക്ക് നാളെ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോണ സമയത്ത് ഡേ ടൈമിൽ കാണാൻ പറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കറക്റ്റ് വ്യൂ കാണിച്ചു തരാട്ടാ. ഇപ്പൊ ഈ രാത്രി സമയം കൊണ്ട് ഇതിന്റെ കറക്റ്റ് ഇത് മനസ്സിലാവുള്ളൂ. പക്ഷെ ഡയറക്റ്റ് കാണുമ്പോ എന്റെ പൊന്നു
സീൻസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് പോയാലോ? ഇനിയും രാമേശ്വരത്തേക്ക് ഒരു 24 കിലോമീറ്റേഴ്സ്, 24 അല്ലല്ലോ, എത്രയുണ്ട്? ഒരു 10 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പോയി സ്റ്റേ കണ്ടുപിടിക്കണം ഗായ്സ്. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ബയോ. അങ്ങനെ ഗായ്സ്, നീണ്ട ഓട്ടത്തിനൊടുവില് നമ്മളൊരു റൂം കണ്ടെത്തി. എന്ന് വെച്ചാൽ ഇവിടെ ഈ സീസൺ ടൈം എന്ന് വെച്ചാൽ നവരാത്രി പിന്നെ പൂജ ഹോളിഡേസ് ആ ഒരു തിരക്കൊക്കെ കാരണം ഒരു സ്ഥലത്ത് റൂം കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യം എല്ലാരും മൈൻഡ് ചെയ്തോ, ആദ്യം തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ദിവസം ഇവിടെ വരാതിരിക്കാം. കാരണം 2000 രൂപയാണ് ഈ ഒരു മുറിക്ക് ഞാൻ കൊടുത്തത്. എന്ന് വെച്ചാൽ സാധാരണ ദിവസം 600 രൂപ കൊടുക്കണ ഈ സെയിം മുറി 2000 രൂപ. ഫോൺ വിളിച്ചു വെച്ചപ്പോ 3000 രൂപയായിരുന്നു നോൺ എ സിക്ക്. ഇവിടെ എത്തിയപ്പോഴേക്കും അത് 2000 രൂപയായിട്ട് എന്തോ ഭാഗ്യത്തിന് കുറഞ്ഞു കിട്ടി. അപ്പൊ ഇങ്ങനത്തെ ദിവസങ്ങളിൽ വരണമെങ്കിൽ നേരത്തെ ഒന്നെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരിക, അതെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ദിവസങ്ങളിൽ വരേ വേണ്ട. കാരണം ഭയങ്കര കത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര കത്തിയാണ്. റൂംസിനൊക്കെ 5000-6000 രൂപ വരെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒരു കണക്കിനാണ് ഇപ്പൊ ഇവിടെ വന്ന് പുറത്ത് റോട്ടി കിടക്കണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ മുറിയെങ്കിൽ ഈ മുറിയെന്ന് പറഞ്ഞ് 2000 രൂപ എടുത്തത്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ ട്രാവലിംഗും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഈ ഒരു റൂം എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഫോൾട്ട് വന്നു. പക്ഷെ ഇത് രാമേശ്വരം ടെമ്പിളിന്റെ നിയർ ബൈ ആയിട്ടാണ്, ഭയങ്കര ക്ലോസ് ആയിട്ടാണ്. പക്ഷെ ഭയങ്കര കത്തി പൈസ കൊടുക്കേണ്ടി വന്നു ഇന്നത്തെ ദിവസം കൊണ്ട്. അത്രയും 2000 റുപ്പീസ് ഒന്നും ഇല്ല ഈ റൂം. അപ്പൊ ആ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ. ഇപ്പോഴും ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് നമ്മൾ വാങ്ങിച്ചോണ്ടും വന്നത് ഇതേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 12 മണിയാവാറായി. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോണുള്ളൂ. ഭക്ഷണമൊക്കെ തണുത്ത്. അപ്പൊ ഒന്ന് വേഗം ഫ്രഷ് ആയിട്ട് ഞങ്ങളൊരു ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ നമുക്ക് നാളെ ധനുഷ്കോടി പോണ വീഡിയോ, ഇപ്പൊ നമ്മൾ രാമേശ്വരം വരെ എത്തിയിട്ടുള്ളൂ. നമുക്ക് ധനുഷ്കോടി പോണ വീഡിയോ ഒക്കെ അടുത്ത വ്ളോഗിലായിരിക്കും. അപ്പൊ എല്ലാരും മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ. ഫുഡ് കഴിക്കട്ടെ.